വിദേശത്ത് കുടുങ്ങിപ്പോയ മലയാളി യുവാവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. കോട്ടയം സ്വദേശി ജയകുമാറാണ് ലൈബീരിയയിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയായി കുടുങ്ങിയത്. സുരേഷ് ഗോപി സ്വന്തം ചെലവിൽ പണം മുടക്കിയാണ് ജയകുമാറിനെ ശനിയാഴ്ച നാട്ടിലെത്തിക്കുന്നതെന്ന് കുടുംബം അറിയിച്ചു. ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, കുടുംബം എത്രത്തോളം വലിയ സന്തോഷത്തിലാണ്? കാരണം ലൈബീരിയയിൽ ഈ ചെറുപ്പക്കാരൻ കുടുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നും ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനിടയിലാണല്ലോ കേന്ദ്രമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ സ്വന്തം ചെലവിൽ തന്നെ അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ ജയകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുന്നു. അപ്പം കുടുംബത്തിന് എന്താണ് പറയാനുള്ളത്? ഒപ്പം ജനം TV ഈ വാർത്ത നൽകിയതോടുകൂടിയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ പൊതുസമൂഹത്തിനിടയിലും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലേക്കുമൊക്കെ ഈ വിഷയം പെട്ടത്. ഗൗതം, 10 ദിവസം മുൻപാണ് കോട്ടയത്ത് താമസിക്കുന്ന ജയകുമാറിൻ്റെ വീട്ടിൽ നമ്മൾ എത്തുന്നത്, ഈ വാർത്ത പുറത്തുവിടുന്നത്. ജയകുമാർ കഴിഞ്ഞ 6 മാസമായി ലൈബീരിയയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആവശ്യമായ ഭക്ഷണമോ താമസ സൗകര്യമോ ഒന്നുമില്ലാതെ രോഗബാധിതനായി ദുരിതം അനുഭവിക്കുകയായിരുന്നു. ജനുവരിയിലാണ് അദ്ദേഹം ലൈബീരിയയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ലൈബീരിയയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് അവിടുന്ന് ജോലി സംബന്ധമായിട്ടുള്ള ശമ്പളം കിട്ടാതെയും മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടപ്പോൾ ലൈബീരിയയിൽ തന്നെയുള്ള മറ്റൊരു ഗുജറാത്ത് സ്വദേശിയുടെ കമ്പനിയിലേക്ക് ജോലി മാറ്റമുണ്ടാവുകയും നാട്ടിൽ വന്നതിന് ശേഷം ജനുവരിയിൽ അങ്ങോട്ടേക്ക് പോവുകയുമായിരുന്നു. പിന്നീടാണ് അറിയുന്നത്, ലൈബീരിയയിൽ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് ഇപ്പോൾ പുതിയതായി പ്രവേശിക്കാൻ പോകുന്ന കമ്പനിക്ക് ഈ ലൈബീരിയയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ട് ലൈസൻസോ മറ്റ് നിയന്ത്രണ അനുമതികളോ ഒന്നുമില്ല എന്ന് അറിയുകയും തട്ടിപ്പിനിരയാകുകയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുമായിരുന്നു. പക്ഷേ പിന്നീട് ഈ കമ്പനിയുടെ ഉടമയെ ബന്ധപ്പെടാനാകാതെ അദ്ദേഹം മാത്രം അവിടെ ഒറ്റപ്പെട്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഫ്രിക്കൻ പരിചയക്കാരൻ്റെ ചില ചുരുങ്ങിയ സാഹചര്യങ്ങളിലായിരുന്നു തുടക്കകാലത്ത് ജനുവരി ആദ്യ മാസമൊക്കെ അദ്ദേഹം താമസിച്ചിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. കുടുംബം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തി. MP MLA തുടങ്ങിയവരുടെ അടുത്തേക്ക് പോയി അവരെ സമീപിച്ചു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഇവരെ കൈമലർത്തുകയായിരുന്നു. ആ സമയത്താണ് സുരേഷ് ഗോപി MP ഇടപെടലിൽ ഇത്തരത്തിൽ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പോകുന്ന ഒരു ശ്രമഫലം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വാർത്ത നൽകുന്നു. പിന്നീട് സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇവർ കുടുംബവുമായി ബന്ധപ്പെടുകയായിരുന്നു. എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകി. എത്രയും വേഗം തന്നെ ജയകുമാറിനെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഉറപ്പ് അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് നൽകുകയായിരുന്നു. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ 10 ദിവസം മുൻപാണ് സംഭവം അറിയുന്നത്. അതിനുശേഷം ജയകുമാറിന് അവിടെ ലൈബീരിയയിൽ താമസിക്കുന്നതിന് ലൈബീരിയയിൽ ഈ ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ പറയുന്നത്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തന്നെ ഇടപെടലിൽ അദ്ദേഹം തന്നെ സ്വന്തം ചിലവിൽ പണം മുടക്കി അദ്ദേഹത്തിന് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി ജയകുമാറിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. ശനിയാഴ്ച ജയകുമാർ നാട്ടിലേക്ക് എത്തും. അതിൻ്റെ ഒരു സന്തോഷമാണ് കുടുംബത്തിനുള്ളത്. സുരേഷ് ഗോപി സ്ഥലം MP അല്ല, സ്ഥലത്തെ ജനപ്രതിനിധിയല്ല, തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയാണ്. പക്ഷേ ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ, സാധാരണക്കാരുടെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്ന നിരവധി സംഭവങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരു യഥാർത്ഥ ജനസേവകനായി ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരുതലാണ് ഇത്തരത്തിൽ ഈ ലൈബീരിയയിൽ കുടുങ്ങിപ്പോയ ജയകുമാറിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. വ്യക്തമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായകമായ ഇടപെടൽ. ഒപ്പം ജനം TV ആണ് ഈ വാർത്ത ആദ്യം പൊതുസമൂഹത്തിന് മുന്നിലേക്കായി എത്തിക്കുന്നത്. എന്തായാലും ജനം ഈ വാർത്ത നൽകി 10 ദിവസത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം സ്വന്തം ചെലവിൽ ലൈബീരിയയിൽ കുടുങ്ങിപ്പോയ ജയകുമാർ എന്ന യുവാവിനെ തിരിച്ച് കോട്ടയത്തെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ശനിയാഴ്ച അദ്ദേഹം നാട്ടിലെത്തും. കുടുംബം വലിയ സന്തോഷം ജനം TV യോടും ഒപ്പം സുരേഷ് ഗോപിയോടും പങ്കുവയ്ക്കുകയാണ്. മിഥുൻ മുരളിയാണ് കോട്ടയത്ത് നിന്നും ചേർന്നത്.